അന്ന് അവന് 6 വയസ്സ് പ്രായം. കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ആരോ ഒന്ന് പറഞ്ഞു അവൻ്റെ ഉപ്പ മരണപ്പെട്ടു എന്ന്. സെനഗലിലെ ബംബലി എന്ന ഗ്രാമത്തിൽ അവൻ്റെ ഉപ്പയെ ചികിത്സിക്കാൻ കഴിയുന്ന ആശുപത്രി ഉണ്ടായിരുന്നു. ഫുട്ബോളിനെ ഗാഢമായി പ്രണയിച്ച ആ 6 വയസ്സുകാരൻ്റെ മനസ്സിൽ പിതാവിൻ്റെ നഷ്ടം ചില തീരുമാനങ്ങളെടുക്കാൻ പ്രേരണയായി. അതിലൊന്ന് ആ ഗ്രാമത്തിൽ ഒരു ആശുപത്രി എന്നതായിരുന്നു. ലക്ഷ്യങ്ങളുമായി വീട് വിട്ടിറങ്ങിയ അവൻ പിന്നീട് ലോക ഫുട്ബോളിലെ അതിശക്തനായി വളർന്നു. വമ്പൻ ക്ലബ്ബുകൾ അവനു വേണ്ടി പണക്കിഴികൾ കരുതി വെച്ചു. ലോകത്തിലെ വിലപിടിപ്പുള്ള 10 ഫുട്ബോളേഴ്സിൽ ഒരാളായി അവൻ വളർന്നപ്പോൾ അവൻ്റെ ഗ്രാമത്തിൽ ആശുപത്രിയും സ്കൂളും പണിതു. തൻ്റെ വരുമാനത്തിൻ്റെ വലിയ ശതമാനം തുകയും ചാരിറ്റിക്കായി ഉപയോഗിച്ചു. ആഡംബരങ്ങളോട് ഒരു കൈ അകലം പാലിച്ചു. വിശന്നു വലഞ്ഞ ബാല്യകാലം ആഡംബരമല്ല അനുകമ്പയാണ് വേണ്ടതെന്ന് അവനെ പഠിപ്പിച്ചു, ഓർമ്മിപ്പിച്ചു. കളിക്കളങ്ങളിൽ സാദിയോ മാനെ വിയർപ്പ് ചിന്തിയത് അവനു വേണ്ടി മാത്രമല്ല, സെനഗലിലെ 100 കണക്കിന് ദരിദ്ര ജീവിതങ്ങൾക്കും വേണ്ടിയാണ്.